ഇന്ന് നമുക്ക് എളുപ്പത്തിൽ കോവയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇതുവരെയും കോവയ്ക്ക ഫ്രൈ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇത് കോവയ്ക്കനെ ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് നോക്കിയിട്ട് കുറച്ച് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവറിന്റെ പൊടിയാണ് ചേർക്കുന്നത്. അത് ക്രിസ്പി ആയിരിക്കുവാൻ വേണ്ടിയാണ്. ഇനി 1/4 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ചിലർ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യും. ഇത് ഞാൻ വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. മസാലയെല്ലാം നല്ലവണ്ണം പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ നല്ലവണ്ണം മസാല പിടിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നായി ഇങ്ങനെ വെച്ച് കൊടുക്കാം. കോവയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് വളരെ നല്ലത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ലത്. ഇത്